വെൽക്കം ടു ബ്രാബിറ്റ്. നമ്മളുടെ ഫാമിലിയിൽ നമ്മൾ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നത് ദ ഓൾ ന്യൂ എക്സ്പ്രസ് 210. എക്സ്പൾസിനെ പറ്റി പറയുകയാണെങ്കിൽ 2008 ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഹീറോ ഇമ്പൾസ് എന്ന് പറഞ്ഞൊരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മോട്ടോർ സ്പോർട്സ് അഡ്വഞ്ചർ മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് മാത്രമേ ആ വണ്ടി വാങ്ങിയിരുന്നുള്ളൂ. പിന്നീട് ഇന്ത്യയിൽ സെയിൽ വളരെ കുറഞ്ഞ സമയത്ത് ഈ വണ്ടി ഒരു ഫ്ലോപ്പായിരുന്നു. പിന്നീട് പുതിയ ജനറേഷൻ വന്ന സമയത്ത് ആ ഒരു വണ്ടിയുടെ ഡിസൈനും മോഡലൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടും പിന്നെ മോട്ടോർ സ്പോർട്സ് രീതിയിലൊക്കെ വലിയ രീതിയിൽ വണ്ടി തിളങ്ങി നിൽക്കാൻ തുടങ്ങി. പിന്നീട് 2019 ഹീറോ വീണ്ടും ഒരു അഡ്വഞ്ചർ കൂടെ ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പേരായിരുന്നു എക്സ്പൾസ്. വെറുതെ ഒരു വണ്ടി 19 ഇറങ്ങിയത് മാത്രമല്ല, പിന്നീട് ഒരുപാട് അപ്ഡേഷനിലാണ് അതിൻ്റെ എഞ്ചിനിൽ വന്നുകൊണ്ടിരുന്നത്. ആദ്യം കാർബറേറ്ററിൽ, പിന്നെ ഫ്യൂൽ ഇഞ്ചക്ടറിൽ, പിന്നെ 4V എന്ന വാൽവിൽ കുറച്ച് അപ്ഡേഷനൊക്കെ വന്നു. പിന്നീട് റാലി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വെഹിക്കിൾ കൂടെ കൊണ്ടുവന്നു, ഒരു മോട്ടോർ സ്പോർട്സും അല്ലെങ്കിൽ ട്രയൽസ് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നീട് 2025 പുതിയ ഡിസൈനിങ്ങും പുതിയ എഞ്ചിനുമായിട്ട് എക്സ്പ്രസ് 210 വന്നു. 210ൻ്റെ വേരിയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് ബേസ് വേരിയൻറ്റ്, ഒന്ന് ടോപ്പ് വേരിയൻ്റാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് ആണെങ്കിൽ സിംഗിൾ ചാനൽ ABS-ഉം LCD ഡിസ്പ്ലേയാണ് വരുന്നത്. ഒറ്റ കളറേ വരുന്നൊരു, അത് വൈറ്റ് കളർ മാത്രമേ അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ടോപ്പ് വേരിയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ TFT ഡിസ്പ്ലേയും ഡ്യുവൽ ചാനൽ ABS-ഉം 3 ABS മോഡാണ് വരുന്നത്. ABS-നെ പറ്റി പറയുകയാണെങ്കിൽ 3 മോഡാണ് അതിൽ വരുന്നത്. ഒന്ന് റോഡും ട്രയലും ഓഫും, ഇങ്ങനെ 3 മോഡാണ് വരുന്നത്. കളറിനെ പറ്റി പറയുകയാണെങ്കിൽ സിൽവർ, ബ്ലൂ, മാറ്റ് ബ്ലാക്ക്, ഇങ്ങനെ 3 കളറാണ് വരുന്നത്. നമ്മളുള്ളത് സിൽവർ കളറാണ്. ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആദ്യം വൈസറാണ് പറയേണ്ടത്. കാരണം എക്സ്പ്രസിൽ ആദ്യം വന്നിരുന്നത് കുറച്ച് ഷോർട്ടായിട്ടുള്ളൊരു വൈസറാണ് വന്നിരുന്നത്. ഇതിൽ കുറച്ച് വലിയ വൈസറും കുറച്ച് വൈഡായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് പഴയ എക്സ്പ്രസിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. അതേ ക്വാളിറ്റിയോടെ അതേ ലൈറ്റ് വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് സംഭവം. കാരണം നമ്മൾ ഓഫ് റോഡിൽ അല്ലെങ്കിൽ ട്രാക്കിലൊക്കെ എവിടെയെങ്കിലും പെട്ടു പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് വലിക്കാനൊക്കെ പറ്റും. പിന്നെ മഡ് ഗാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ മഡ് ഗാർഡ് പഴയ മഡ് ഗാർഡ് പോലല്ല, അതിലും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് സ്ലിം ആയിട്ട് വന്നിട്ട് പിന്നെ വൈഡായിട്ടാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹോൾഡിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനും ബാക്കിൽ മോണോഷോക്കോപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 210 mm ട്രാവലിങ്ങും ബാക്കിൽ 205 mm ട്രാവലിങ്ങാണ് വരുന്നത്. ഫ്രണ്ട് വീലിലോട്ട് വരുന്ന സമയത്ത് 21 ഇഞ്ചിൻ്റെ വീലും 276 mm ഡിസ്കും ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ വരുന്നത്. റിയറിലോട്ട് വരുന്ന സമയത്ത് 18 ഇഞ്ചിൻ്റെ വീലും 220 mm ഡിസ്കുമാണ് വരുന്നത്. ഇന്നലത്തെ മഴ കാരണം ഒരുപാട് ആകാലം കൊല്ലമായിട്ട് ഇരിക്കുകയാണ്, വണ്ടി കഴുകാനൊന്നും സമയം കിട്ടിയില്ല. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോകാം. ഇനി നമുക്ക് വണ്ടിയുടെ മെയിൻ പാർട്ടിലോട്ട് വരാം. വണ്ടിയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂളഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 210cc 6 സ്പീഡ് ഗിയർ ബോക്സാണ് ഇതിൽ വരുന്നത്. പവറിനെ പറ്റി പറയുകയാണെങ്കിൽ 24.6 PS 9250 RPM-ലും 20.7 Nm ടോർക്ക് 7250 RPM-ലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 200-ൽ നിന്ന് 210-ലേക്ക് വരുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് കുറച്ച് പവർ കുറവുള്ളത് പോലെ ഉണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കും കുറച്ച് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ഫീൽ ചെയ്തെങ്കിലും. ഇതിൽ 6 ഗിയർ ഉണ്ടെങ്കിൽ പോലും ടോർക്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് 6ാമത്തെ ഗിയറിൽ ഒരു 35-ലോ 40-ലൊക്കെ സുഖമായിട്ട് നമുക്ക് സിറ്റിയിലേക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എന്നാലും എനിക്ക് കൂടുതൽ തോന്നിയ ഒരു 90-94 എത്തുന്ന സമയത്ത്, സ്പീഡ് ഒരു 90-94 എത്തുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അത് കഴിഞ്ഞാൽ വണ്ടി സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമുക്കിനി പറയാനുള്ളത് എൻ്റെ ഹാൻഡിലിനെയും മീറ്ററിനെ പറ്റിയിട്ടാണ്. മീറ്റർ ഓണാക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ടാണ് അതിൻ്റെ മീറ്റർ ഓണായി വരുന്നത്. നമ്മൾ 390-ലൊക്കെ കാണുന്ന പോലെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ മീറ്റർ ഓണായി വരുന്നത്. അപ്പോൾ മീറ്ററിൽ ഇത്തരം കാര്യങ്ങളാണുള്ളത്. ABS-ൻ്റെ സിഗ്നൽ, സ്റ്റാൻഡിൻ്റെ സിഗ്നൽ, എൻജിൻ വാണിംഗ് ലൈറ്റ്, മറ്റേ കൂളൻറ്റിൻ്റെ സിഗ്നൽ, ഇത് ടെമ്പറേച്ചർ സിഗ്നൽ, ഇത് RPM, ഇവിടെ ഗിയറിൻ്റെ ഇത് വരുന്നുണ്ട്. അതുപോലെ ഈ കാണിക്കുന്നത് ABS-ൻ്റെ ടൈപ്പാണ് കാണിക്കുന്നത്. ABS ഏത് മോഡലാണ് കിടക്കുന്നത് അതിവിടെ കാണിക്കും. ഇവിടെ റോഡ് ആണെങ്കിൽ റോഡ് കാണിക്കും, ട്രയലാണ് ട്രയൽ, അങ്ങനെയാണ് കാണിക്കുക. ഇവിടെ സ്പീഡോമീറ്റർ, ഇവിടെ ഫ്യൂവലിൻ്റെ ഗേജ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സിഗ്നൽ വരുന്നുണ്ട്, ബ്രൈറ്റ് ബ്രൈറ്റിൻ്റെ, ഇവിടെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മീറ്ററിൽ വരുന്നത്. ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ പാസ് സ്വിച്ച് കാണാം. ഇത് താഴത്തോട്ടാക്കിയ പാസും മുകളിലോട്ടാക്കിയ ബ്രൈറ്റുമാണ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് ശരിക്കും കൺട്രോൾസ് വരുന്നത്. ഇത് സെലക്ട് ചെയ്യാനും ഇത് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനും ഇത് റിവേഴ്സ് അടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കൺട്രോൾ സ്വിച്ചസ്. ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഇവിടെ ഹോണിൻ്റെ സ്വിച്ച്. നമുക്ക് എൻജിൻ സ്റ്റാർട്ട് വരുന്നത് ഇവിടെ തന്നെയാണ്. എൻജിൻ ഓഫാണ്. ഇനി എൻജിൻ ഓണാക്കിയ വണ്ടി സ്റ്റാർട്ടായി.
ഇത് ഹസാർഡ് സ്വിച്ചാണ് വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറുമാണ്. ബ്രേക്ക് ലിവറിൻ്റെ പകുതി ഒടിഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഇത് ട്രാഫിക്കിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തായാലും വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചിരിക്കാനും നമ്മൾക്ക് ക്ലച്ച് പിടിക്കുമ്പോൾ അത്ര വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഫ്യൂൽ ടാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ 13 ലിറ്റർ കപ്പാസിറ്റിയും 40 കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയുന്നത്. 830 സീറ്റ് ഹൈറ്റും 220 mm ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഇതിൽ വരുന്നത്. 200 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സീറ്റ് നല്ലൊരു സീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ലെങ്തി ആയിട്ടും കുറച്ചും കൂടെ നീളവും ഇതിലുണ്ട്. 200-ലിരിക്കുന്ന ബാക്കിൽ എൻ്റെ അതേ സൈസിലുള്ള ആൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കിലിരുന്നാലും ഹാഫായിട്ടായിരിക്കുക. പകുതി നമ്മൾ സീറ്റിലും പകുതി നമ്മളെ കാരിയറിലോട്ടാണ് പോകാറ്. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു റൈഡിങ് പൊസിഷനൊക്കെ ഞാൻ കാണിച്ചു തരാം. ബാക്കിലെ കാരിയർ 3 kg നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ഏകദേശം ഹൈറ്റ് 5'5", 5'6" വരും. എനിക്ക് ഏകദേശം വണ്ടി ഇത്രയും നന്നായിട്ട് കാലെത്തുന്നുണ്ട്. വണ്ടി ഒരിക്കലും ഹെവി വെയിറ്റ് അല്ല, നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വെയിറ്റും ഇതിൻ്റെ ഹൈറ്റും ഒക്കെ ആയാലും കറക്റ്റാണ്. ഓക്കെ, ബാക്കിലെ വിശേഷങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ബാക്കിലെ ലൈറ്റൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ഇൻഡിക്കേറ്ററിൽ മാറി, ബൾബിൽ നിന്ന് മാറി LED-യിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പുതിയ ടൈപ്പ് എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് കേൾപ്പിക്കാൻ മറന്നുപോയ ഒരു കാര്യം ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. നമ്മളെ റിവ്യൂസും റേസിംഗ് വീഡിയോസൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിൽ പറയാൻ വിട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോയുടെ ക്വാളിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സംസാരത്തെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ മോശമായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.